ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് പകർച്ചവ്യാധികൾ എന്ന്. പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്ന് മറ്റൊരുവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധികൾ രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയാണെങ്കിൽ, അതേപോലെ നിരവധി ആളുകളിലേക്ക് അത് വ്യാപിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മഹാമാരി എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും അതിജീവിച്ച കൊറോണ എന്താണ്? ഒരു മഹാമാരി ഉദാഹരണമായി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ മുൻ തലമുറകൾക്ക് മുമ്പും ഇതുപോലെ ധാരാളം മഹാമാരികൾ എന്തായിട്ടുണ്ട്? അതിജീവിച്ചു പോന്നിട്ടുണ്ട്. വസൂരി, ക്ഷയം, പ്ലേഗ് ഒക്കെ അതെന്താണ്? എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു രോഗകാരികൾ പറഞ്ഞു. സാധാരണഗതിയിൽ രോഗകാരികളായിട്ട് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെയാണുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും നമുക്ക് രോഗങ്ങൾ പരത്തുകയും അതുകൂടാതെ നമ്മുടെ നിത്യജീവിതത്തിലും അവ എന്താണ് വളരെയധികം സഹായിക്കുന്നുണ്ട് പറഞ്ഞു. ദോശമാവ് പുളിപ്പിക്കാനും പാലിനെ തൈരാക്കാനും നിരവധി പ്രവർത്തനങ്ങളിൽ ആര് സഹായിക്കുന്നുണ്ട്? ബാക്ടീരിയയും വൈറസും നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് രോഗകാരികളായ ഈ സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, അതുപോലെ വൈറസ്, ഫംഗസ് ഇവയൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവാണുക്കളായ, അഥവാ അതിനെ രോഗാണുവാഹകർ എന്ന് പറഞ്ഞു. അത്തരത്തിലെ രോഗാണുവാഹകരായിട്ടുള്ള ഈച്ചയുണ്ട്, എലിച്ചകളുണ്ട്, കൊതുക്, വവ്വാൽ എന്നിവയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയെല്ലാമാണ് ഈ ഈച്ചയും കൊതുകും നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, ഏതെല്ലാം സാഹചര്യങ്ങളാണ് അവയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്, അത്തരത്തിലുള്ള മലിനമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്ത് നല്ല രീതിയിൽ പരിസരം ശുചീകരിക്കേണ്ടത്, വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പ്രാധാന്യം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം മനുഷ്യ ശരീരത്തെക്കുറിച്ചും മനുഷ്യരുടെ രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്, അവരുടെ രോഗകാരികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്യങ്ങളിലെ രോഗങ്ങളും അതിന്റെ രോഗകാരികളും. അതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വലിയ വലിയ ക്ലാസ്സിൽ ഇതിന്റെ കുറേ ലെവലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളാണ് അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുവിധ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു പക്ഷേ പയർ ചെടികളിൽ കണ്ടിരിക്കാം. ഇതിന് കാരണം പയറിലെ എന്താണ്? മൊസൈക്ക് രോഗമാണ്. എന്ത്? ഇത് പയറിലെ മൊസൈക്ക് രോഗമാണ്. ഈ പയറിലെ മൊസൈക്ക് രോഗത്തിന് കാരണമാകുന്നത് ആരാണ് എന്നത് നോക്കാം. പയറിലെ മൊസൈക്ക് രോഗം ഓക്കെ, ഇത് പയറിലെ മൊസൈക്ക് രോഗം, വൈറസ് ആണ് അതിന്റെ കാരണക്കാരി. പിന്നെ തെങ്ങിന്റെ കൊമ്പ് ചീയൽ, നെല്ലിലെ തവിട്ട്, ഇലപ്പുള്ളി, ഇതുപോലെ സസ്യങ്ങളിൽ ധാരാളം രോഗങ്ങൾ നമുക്ക് കാണാം. ഇത് കാണപ്പെടുന്ന സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ചില രോഗങ്ങൾ മാത്രമാണിത്. നെല്ലിലെ തവിട്ട്, ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൊമ്പ് ചീയൽ. ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് സസ്യരോഗങ്ങളെ കുറിച്ച് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ നോട്ട് നൽകിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയണം. ഓക്കെ, ഇതിലെന്താ ബാക്കി ടെക്സ്റ്റിൽ നമുക്ക് എന്താ പറയുന്നത് നോക്കാം. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ്. ഈ സസ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്തായിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജന്തുക്കളെ കുറിച്ചുള്ള മറ്റു രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ജന്തുക്കളിലുള്ള പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ നമുക്കറിയാം. പശുവിലും അല്ലെങ്കിൽ അകിട് വീക്കം ഉണ്ടാവും. പിന്നെ പക്ഷികളിലൊക്കെയാണ് നമുക്ക് പക്ഷിപ്പനി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിൽ ധാരാളം രോഗങ്ങൾ നമ്മുടെ വീട്ടിലെ കോഴിക്ക് പനി ഉണ്ടാകും. അതേപോലെ തന്നെ കോഴി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടിയിരിക്കുന്ന സമയത്ത് അതിൽ നമുക്കറിയാം പാൻ പോലെ ഒരു ചെറിയ തരം ജീവികൾ ആ സമയത്ത് ഉണ്ടാകും. അതിന് പല അങ്ങനെ ധാരാളം ഉണ്ട്. നമ്മൾ ജന്തുക്കളിലേക്ക് പോവുകയാണെങ്കിൽ ആ ജന്തുക്കളിലെ രോഗങ്ങളെ കുറിച്ചും രോഗകാരികളെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി വരണം. സസ്യങ്ങളിലെ രോഗങ്ങളെയും രോഗകാരികളെ കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇതും നമ്മളെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് രോഗങ്ങൾ പകരാൻ കാരണമായത് ബാക്ടീരിയയും വൈറസും അതുപോലെ തന്നെ ഫംഗസും ആണ്. അതുപോലെ തന്നെ സസ്യ ശരീരത്തിലും അതിന് ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഫംഗസ് രോഗങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ശുചിത്വ ശീലങ്ങൾ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏതെല്ലാമാണ് നല്ല ശീലങ്ങൾ? നല്ല ശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വ്യക്തി ശുചിത്വം ഉണ്ടാവും. ഈ വ്യക്തി ശുചിത്വത്തിന് കൂടാതെ പരിസര ശുചിത്വം കൂടി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് രോഗപ്രതിരോധ ശേഷി. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെയാണ് പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പക്ഷേ നമുക്ക് പനി വന്ന് നമ്മൾ വളരെയധികം ക്ഷീണിച്ച് തളർന്ന് നിൽക്കുകയായിരിക്കും. പക്ഷെ നമ്മളെ ഉമ്മാക്കോ അല്ലെങ്കിൽ ഇപ്പാർക്കൊക്കെ പനി വരുന്ന സമയത്ത് നമ്മളെക്കാളും ഒരുപക്ഷെ പ്രതിരോധ ശേഷി അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു രോഗം
എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. അതായത് പലരുടെയും പ്രതിരോധ ശേഷി എന്താണ് വ്യത്യാസമുണ്ട്. പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഓരോരുത്തരുടെയും രോഗത്തിന്റെ കാഠിന്യം വെച്ചിനെ കൂടുന്നത്. അതായത് ചിലവരിൽ മഞ്ഞപ്പിത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് കാരണമാകും. കാരണം മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. അത് രക്തത്തില് എന്താ നമുക്കറിയാം ബ്ലഡിൽ മഞ്ഞ കളർ ഉണ്ടാവും. കാരണം കരളിൽ ഉണ്ടായിട്ടുള്ള ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. അതിലെ ബിലിറൂബിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതിന്റെ കൂടുതലാണ് എന്ത് ചെയ്യുക മഞ്ഞ കളർ ഉണ്ടാവാനൊക്കെ കാരണം. അതിന്റെ കൂടുതൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. സോ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ചിലവരിൽ മഞ്ഞപ്പിത്തം വളരെയധികം ശക്തിയോടെയും ചിലരിൽ എന്താണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ മഞ്ഞപ്പിത്തം എന്താണ് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ബേസിലാണ്? അവരുടെ പ്രതിരോധ ശേഷിയെ ബേസിലാണ് എന്ത് ചെയ്യാം അവരുടെ രോഗത്തിന്റെ കാഠിന്യം ഉണ്ടാവുക. അപ്പൊ എന്താണ് പ്രതിരോധ ശേഷി? എങ്ങനെയാണ് പ്രതിരോധ ശേഷി എല്ലാവരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഏതെല്ലാം തരം പ്രതിരോധ ശേഷികളാണ് ഉള്ളത്? ഓക്കെ, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എന്ത് രോഗം വരികയാണെങ്കിലും ആദ്യം നമുക്ക് എന്താണ് ഒരു ചെറിയ ചൂടുണ്ടാകും. നമുക്കൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുറിവുണ്ടായി, ഓക്കെ, മുറിവ് ഉണങ്ങാൻ അത് കുറെ ദിവസം മുറിവ് ഉണങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പനി ഉണ്ടാക്കും. അതെന്താണ്? എന്ത് രോഗം തന്നെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മുടെ ശരീര താപനില ഉയരും. ഈ ശരീര താപനില എന്ന് പറഞ്ഞ ഉയരുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് ആരാണ്? WBC അഥവാ ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ എന്ന് പറയും. ശ്വേതരക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കൾ എന്ന് പറയും. ഇവയാണ് എന്തിനെ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തില് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവും അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണെന്ന് WBC അഥവാ ശ്വേതരക്താണുക്കൾ. ഇവയുടെ അളവ് കുറയുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? നമുക്ക് പ്രതിരോധ ശേഷി കുറയും. ഇവയുടെ അളവ് എന്താണ്? ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഒരു ലിമിറ്റിന് കൂടിയാലും കുറയാനും പാടില്ല. കൂടി കഴിഞ്ഞാലും നമുക്ക് അസുഖങ്ങൾ വരും, കുറഞ്ഞു കഴിഞ്ഞാലും അസുഖം. ആ ലിമിറ്റിൽ എത്തണം. ആ ഒരു ലിമിറ്റിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ബോർഡറിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാനും എന്തെങ്കിലും ഒരു രോഗാണുക്കൾ വരുന്ന സമയത്ത് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബോഡീസ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആന്റിബോഡീസ് നമ്മളറിയാം. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആന്റിബയോട്ടിക്കുകൾ ആര് നൽകുന്നു? ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നില്ലേ? അപ്പൊ നമ്മുടെ അസുഖം എന്തെങ്കിലും പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ചെറിയ രീതിയിൽ ആന്റിബയോട്ടിക്കുകളൊക്കെ എന്തുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആരെങ്കിലും ആക്രമിക്കാൻ രോഗാണുക്കൾ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശ്വേതരക്താണുക്കൾ അതിനെതിരെ എന്ത് ചെയ്യും? പോരാടും. അപ്പോഴാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്താവുക? ചൂടാവാൻ, ബോഡി ടെമ്പറേച്ചർ നമ്മുടെ താപനില കൂടാൻ കാരണം. ഓക്കെ, അതും എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? അസുഖം മാറും. എങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിന്റെ ഒരു ശരീരത്തിൽ എന്താണ് ശ്വേതരക്താണുക്കളുടെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ട്? പ്രതിരോധ ശേഷി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാവരിലും പ്രതിരോധ ശേഷി ഒരുപോലെയല്ല. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്യാൻ ആർക്കും നമ്മുടെ ശരീരത്തിന് കഴിയും. അതിനെ സഹായിക്കുന്നത് ആരാണ്? ശ്വേതരക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കളാണ്. അതുവഴി നമ്മുടെ ബോഡിക്ക് എന്ത് കിട്ടും? ഒരു പ്രതിരോധ ശേഷി കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള പ്രതിരോധ ശേഷിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. നമുക്കറിയാം, നമുക്ക് എല്ലായ്പ്പോഴും പനി വരുന്ന സമയത്ത് ചിലപ്പോൾ മരുന്ന് കുടിക്കാൻ നിർബന്ധമില്ല. അല്ലാതെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ പനി മാറും. കാരണം എന്താ? അത്ര ചെറിയ ബാക്ടീരിയ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ടാകും. അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും മരുന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതിലും വലിയതാണ് അവിടെ കിടന്നിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫർദറായിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതും നമുക്ക് ഒരു പക്ഷേ നല്ല മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ചില രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മരുന്ന് കൊണ്ടോ നമ്മുടെ ശരീരത്തിനോ പ്രതിരോധിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കൊറോണ വന്ന സമയത്ത് മരുന്നുകൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതുകൂടാതെ അത് വളരെ വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ പകർച്ച കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗമാണെന്ത്? പ്രതിരോധ കുത്തിവെപ്പുകൾ അഥവാ വാക്സിനുകൾ എന്ന് പറഞ്ഞു. അതിന് കണ്ടെത്തിയ ഒരു മാർഗമാണെന്ത്? പ്രതിരോധ കുത്തിവെപ്പുകൾ അഥവാ വാക്സിനുകൾ. പ്രതിരോധ കുത്തിവെപ്പുകൾ അഥവാ വാക്സിനേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു.
നമ്മൾ പറഞ്ഞു അന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു ഏതൊക്കെ വാക്സിനുകൾ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കോവിഷീൽഡ്, കോവിഷീൽഡ് ഉണ്ട്, കോവാക്സിൻ, സ്പുട്നിക്, ജോൺസൺ കുറേ എന്താ വാക്സിനുകൾ കൊറോണയ്ക്കെതിരെ നമ്മൾ എന്തായിട്ടുണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ വാക്സിൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫെക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രതിരോധ ശേഷി കൂടും. അങ്ങനെയാണ് കൊറോണ എന്ന് പറഞ്ഞ രോഗത്തിന് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, അതിജീവിച്ചത്. സാധാരണഗതിയിൽ എന്താണ് വാക്സിനുകൾ, അതിന്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. കാരണം അതിനെക്കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ഒരു ചെറിയ രീതിയിൽ അതിന് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എന്താണ് വാക്സിൻ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ? എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകൾ? പ്രതിരോധ കുത്തിവെപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊറോണക്ക് കാരണമാകുന്ന വൈറസ് ആണിത്. COVID-19 കാരണമാകുന്ന വൈറസ് ആണ് കൊറോണ വൈറസ്. ഈ കൊറോണ വൈറസിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ധാരാളം, ഇതിന്റെ എക്സാമ്പിളിനെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആവും. കാരണം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതാണ്. കാരണം നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾ അതിജീവിച്ച ഒരു വൈറസ് ആണല്ലേ കൊറോണ വൈറസ്. ഈ കൊറോണ വൈറസ് എന്ത് ചെയ്യും, ഈ കൊറോണ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യും, കൊറോണ വൈറസിനെ കിൽ ചെയ്തിടേണ്ടത്, ഇനാക്റ്റീവ് ആക്കിയിട്ട് അതിനെ കിൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, വാക്സിനുകൾ ഉണ്ടാക്കുന്നത്. വാക്സിനുകൾ ഉണ്ടാക്കാൻ അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. ചെറിയൊരു കാര്യം, അതിന്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ ആ ഏതാണോ രോഗകാരി, ആ രോഗകാരിയെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻജെക്ട് ചെയ്യാം. പക്ഷെ അതിന് ലിവിങ് അല്ല, ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ, അതിനെ ജീവനില്ലാത്ത സ്റ്റേജിലാണ് നമ്മളെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുക, ഇൻജെക്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ആ ഒരു രോഗത്തിനെ നമുക്ക് എന്ത് ചെയ്യുക, പ്രതിരോധിക്കാനുള്ള കഴിവ് വാക്സിൻ വഴി നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം കുറെ കൊറോണയെ പ്രതിരോധിക്കാനുള്ള കഴിവ് എന്ത് കിട്ടി, നമുക്ക് ലഭിച്ചു അല്ലെ. അങ്ങനെ അത്തരത്തിൽ വാക്സിനുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിരോധ ശക്തിയെ നമ്മൾ എന്ത് വിളിക്കും, ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. അതായത് നമുക്കതെന്താണ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതല്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം നൽകുന്നതിന്റെ ഫലമായിട്ട് നമുക്കത് എന്ത് ചെയ്യാണ്, അക്യൂർ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം, ആർജിതമാവുകയാണ്. അത്തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഓക്കെ, ഈ കൊറോണ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മഹാമാരിയാണ് കൊറോണ. ഇതിനു മുമ്പ് 90s ഉണ്ടായിരുന്ന രോഗങ്ങളായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും തുടക്കത്തിലും ഇതുപോലുള്ള ധാരാളം മഹാമാരികൾ അന്നുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ. ഈ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ്, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും എന്താണ്, അക്കാലങ്ങളിൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, പ്രതിരോധ കുത്തിവെപ്പുകളാണ് നിലവിൽ വന്നത്. അതിന്റെ ഫലമായിട്ടാണ് പോളിയോ രോഗമൊക്കെ എന്താണ് വളരെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പൊ അറിയാം പോളിയോ ഉള്ള ആൾക്കാർ വളരെ കുറച്ചാണ്. പണ്ട് കാലങ്ങളിൽ ധാരാളം ആൾക്കാർ പോളിയോമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും, ധാരാളം കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്, ഏതെല്ലാം കുത്തിവെപ്പുകളാണ് ഓരോ പ്രായത്തും എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഈ ഒരു പോളിയോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിനും എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ, അതുപോലെ തന്നെ ക്ഷയത്തിനെതിരായിട്ടുള്ള കുത്തിവെപ്പുകളൊക്കെ എന്താണ് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ എടുക്കുന്നുണ്ട്. കാരണം നമുക്കത് വരാതിരിക്കാൻ, നമ്മുടെ ഭാവി കാലങ്ങളിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, വാക്സിനുകൾ എടുക്കുന്നത്. വാക്സിനുകൾ എപ്പോഴും എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ രോഗത്തിനെ പ്രതിരോധിക്കുകയും പിന്നീട് ഭാവി കാലങ്ങളിൽ നമുക്ക് ആ രോഗം നമ്മളിലേക്ക് വരാതിരിക്കാനും ആണ് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ വാക്സിനുകൾ എടുക്കുന്നത് അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങി ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലാഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളും നമ്മൾ അതിജീവിച്ചത് വാക്സിനേഷനിലൂടെയാണ് അഥവാ പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചിത്രത്തിൽ എന്താണ്, വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടറിലേക്ക് 2ലേക്ക് വരണം. അതായത് ഒരു വാക്സിനേഷൻ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ ക്യാമ്പയിൻ ആണ് ഇവിടെ കാണുന്നത്. നമ്മളും ഇതുപോലെ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ ക്യാമ്പയിനിലൊക്കെ പോയിട്ട്.
അതാണ് ചിത്രത്തിൽ പറയുന്നത്. ചോദ്യം ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു അല്ലെ. ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. പോളിയോ വേണം, ക്ഷയം, വസൂരി, അങ്ങനെ ധാരാളം രോഗങ്ങൾ. കാരണം നിങ്ങളുടെ ഏതൊക്കെ വാക്സിനുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചറിയണം. ഓക്കെ. പിന്നെ 16 വയസ്സിനുള്ളിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? പോളിയോ വാക്സിൻ എന്തായാലും നമ്മൾ അപ്പോൾ എടുത്തിരിക്കണം, BCG വാക്സിൻ, ഇതുപോലെ ധാരാളം വാക്സിനുകൾ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയാം. ഓക്കെ. ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്തായാലും കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തണം. ഓക്കെ. ഇവിടെ ഒരു ചോദ്യാവലി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തയ്യാറാക്കണം. എന്താണ്? കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ നിന്നും ശേഖരിക്കും. ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിന് മുൻകൂട്ടി ചോദ്യാവലി തയ്യാറാക്കേണ്ടത് എന്തെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം? നമുക്കറിയാം, ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. എന്തെല്ലാമാണ് നിങ്ങളുടെ സംശയങ്ങൾ എന്ന് നിങ്ങൾ എഴുതുക. അതൊരു ചോദ്യാവലി രൂപത്തിലാക്കാം. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് വാക്സിനേഷൻ, എങ്ങനെയാണ് എന്ത് ചെയ്യുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ടാക്കുന്നത്, ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഘടകം എന്താണെന്ന് ചോദിക്കാം. പിന്നെ അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അത് എടുക്കാതിരുന്നാൽ എന്താണ്, നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടില്ലേ, നമുക്ക് അതിനെ ആൻസർ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾക്ക് മാത്രം വാക്സിനുകൾ എടുക്കുന്നത്, എല്ലാ രോഗങ്ങൾക്കും എന്താണ് വാക്സിൻ ഇല്ലാത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വാക്സിനുമായി ബന്ധപ്പെട്ട് ആരോട് ചോദിക്കാം? ആരോഗ്യ പ്രവർത്തകരോട് ചോദിക്കാം. അതുകൂടാതെ തന്നെ ഓരോ രോഗത്തിന്റെയും കാരണങ്ങളെയും ഓരോ രോഗത്തിനെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം, ഇത്തരത്തിൽ ധാരാളം ചോദ്യങ്ങൾ അഭിമുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി ക്ലാസ് ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകളായിട്ട് അവതരിപ്പിച്ച് ചോദ്യാവലി സംഘടിപ്പിക്കണം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞു വാക്സിനേഷൻ ചാർട്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തുണ്ട്, വാക്സിനേറ്റഡ് ആണ്. അപ്പോഴേക്ക് നമുക്ക് ഓരോ മാസത്തിലും ഓരോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അംഗനവാടികളിലേക്കോ ഹോസ്പിറ്റലുകളിലേക്കോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അമ്മമാര് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ താഴെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, അവരെ എന്താവും ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാബ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം പറയാം, ഈ സമയത്ത് അടിച്ച വാക്സിൻ ഏതാണ്, അല്ലെങ്കിൽ എന്താണ്, ഏത് കുത്തിവെപ്പാണ് എടുത്തതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എന്താവും നിങ്ങൾക്കുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏതെല്ലാം വാക്സിനുകളാണ് ഓരോ സമയത്തും എടുക്കുന്നത് എന്നതാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടാബിള് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിലാറെ നോക്കിയിട്ട് വായിക്കാം. ഓക്കെ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇത് ഫ്യൂച്ചറിലും ആവശ്യമുണ്ട്. ഓക്കെ. എക്സാമിനും വരും. അതുപോലെ തന്നെ എക്സാം എന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഇത് ഓരോ വാക്സിനും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദ ഫസ്റ്റ് വൺ എന്താണ്? BCG അഥവാ ബാസിലസ് കാൽമെന്റ് ഗൈറിൻ. അത് ക്ഷയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണെന്ത് BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് OPV അഥവാ ഓറൽ പോളിയോ വാക്സിൻ. അതെന്താണ്? പോളിയോ. ഹെപ്പറ്റൈറ്റിസ് B, then FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടോവൈറസ് വാക്സിൻ. റോട്ടോവൈറസ് എന്ന വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് RVV നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ വൈറസുകളൊക്കെ നമ്മൾ ഏതെല്ലാം ഏജിലാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു കുട്ടിന്റെ ജനന സമയമാണ് ഇവിടെ കാണിക്കുന്നത്. ജനന സമയത്ത് ഏതെല്ലാമാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ. ഒരു കുട്ടിയുടെ ജനന സമയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ ജനന സമയത്ത് ഏതെല്ലാം വാക്സിനുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, ജനന സമയത്ത് കുട്ടി ജനിച്ച ഉടനെ തന്നെ എടുക്കുന്ന വാക്സിൻ ആണ് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി, HEPB, ഹെപ്പറ്റൈറ്റിസ് ബി, BCG. BCGന്റെ ഫുൾ എന്താണ്? ബാസിലസ് കാൽമൻ ഗെറിൻ OPV അഥവാ ഓറൽ പോളിയോ വാക്സിൻ. ജനന സമയത്ത് എടുക്കുന്ന 3 വാക്സിൻസ് ആണ് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചെടുക്കണം. എന്തെങ്കിലും കോഡും കാര്യങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കണം. വളരെ സിമ്പിൾ ആണ്. ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ജനന സമയത്ത് നമ്മൾ എന്തെടുക്കും? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. ജനിച്ച് 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ OPV ആണ് യൂസ് ചെയ്തത്, സോ ഇവിടെ OPV1 യൂസ് ചെയ്തു. ഇവിടെ RVV1, then pentavalent 1, FIPV1, PCV1. അതിൽ കൂടാതെ 2 കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ 2 ഒഴിവാക്കി അതിൽ 3 എക്സ്ട്രാ വന്നു. ഓക്കെ, ജനന സമയത്ത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി, OPV ഓറൽ പോളിയോ വാക്സിൻ, BCG ബാസിലസ് കാൽമൻ ഗെറിൻ, ഹെപ്പ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. ഇനി 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV1 അഥവാ ഓറൽ പോളിയോ വാക്സിൻ 1, RVV അഥവാ റോട്ടോ വൈറസ് വാക്സിൻ, പെൻറ്റാവാലന്റ് 1, FIPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് 1, PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 1. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 1. അടുത്തത് 10 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV2, RVV2, പെൻറ്റാവാലന്റ് 2. OPV2 എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ 2, RVV2 എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടോ വൈറസ് വാക്സിൻ, പെൻറ്റാവാലന്റ് 2. ജനിച്ച് 14 ആഴ്ചകൾക്ക് ശേഷം OPV3, RVV3, പെൻറ്റാവാലന്റ് 3, FIPV2, PCV2. OPV3 പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ 3, RVV റോട്ടോ വൈറസ് വാക്സിൻ, പെൻറ്റാവാലന്റ് 3, FIPV പോളിയോ വൈറസ് ഫ്രാക്ഷണൽ ഡോസ്, PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പേരുകളായിട്ട് നോക്കും. ഒന്നുമില്ല, നമ്മൾ ഇതിന്റെ ഈ ഷോർട്ട് ആൻഡ് വേർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ജനന സമയത്ത് നമ്മൾ ഏതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്താണ്? OPV യൂസ് ചെയ്യുന്നുണ്ട്. OPV1, RVV1, പിന്നെന്താണ്? OPV1. ഈ OPV1 എന്ത് ചെയ്യാം? പിന്നെന്ത് ചെയ്യാം? OPV1, PCV1 അങ്ങനെ വിളിക്കുക. OPV1, CVV1, OPV1, PCV1, RVV1, പെൻറ്റാവാലന്റ്, FIPV1. പിന്നെ 10 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV1 ആണ് ഇവിടെ യൂസ് ചെയ്തത്, അപ്പൊ ഇവിടെ എന്താ? OPV2. RVV1 ആണ് യൂസ് ചെയ്തത്, സോ RVV2 ആൻഡ് പെൻറ്റാവാലന്റ്. ഓക്കെ, അതിൽ അത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 14 ആഴ്ച കഴിഞ്ഞിട്ട് OPV3, RVV3, പെൻറ്റാവാലന്റ് ഇതിലുള്ള 3 യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 3rd സ്റ്റേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തത് നമ്മൾ FIPV1 ഉണ്ട്, അപ്പൊ ഇവിടെ FIPV2, then PCV2. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഒരു പ്രാവശ്യം പറയാം. ജനന സമയത്ത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV1, RVV1, പെൻറ്റാവാലന്റ്, FIPV1, PCV1. 10 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV2, RVV2, പെൻറ്റാവാലന്റ്. 14 ആഴ്ച കഴിഞ്ഞതിന് ശേഷം OPV3, RVV3, പെൻറ്റാവാലന്റ് 3, FIPV2, PCV2. ഓക്കെ, ഇനി അടുത്തതായിട്ട് 14 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ, ഇത് ഈ ചാർട്ട് പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. പോളിയോ വാക്സിൻ എടുക്കുന്ന പ്രായം ഏതാണ്? രോഗം പോളിയോ, ടെറ്റനസ്, ഡിഫ്തീരിയ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പൂർത്തീകരിക്കാവുന്നതാണ്. അത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, PCV അതായത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, MR മീസിൽസ് റുബെല്ല വാക്സിൻ. ഇതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2018-19 സമയങ്ങളിലാണ് മീസിൽസ് റുബെല്ല വാക്സിനേഷൻ വളരെയധികം നിർബന്ധമാക്കിയത്. നമ്മൾ സ്കൂളുകളിലും മറ്റും ഹോസ്പിറ്റലുകളിലും ഒക്കെ എന്താണ് മീസിൽസ് റുബെല്ല വാക്സിനേഷൻ ക്യാമ്പുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മീസിൽസ് റുബെല്ല വാക്സിനുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. DPT അഥവാ ഡിഫ്തീരിയ പെർട്ടൂസിയസ് ടെറ്റനസ് വാക്സിൻ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള എന്ന് പറഞ്ഞ അസുഖമാണ്. പെർട്ടൂസിയസ് ടെറ്റനസ് വാക്സിൻ, ദെൻ TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അത് എപ്പോഴൊക്കെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം. 50ാമത്തെ മാസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും? MR1 PCV ബൂസ്റ്റർ, വൈറ്റമിൻ A, FIPV3. MR നമ്മൾ പറഞ്ഞു മീസിൽസ് റുബെല്ല 1, PCV അഥവാ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, വൈറ്റമിൻ A, FIPV അഥവാ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് 3. പിന്നെ 16 മുതൽ 24 മാസം ആകുമ്പോഴേക്കും എന്താണ് യൂസ് ചെയ്യുന്നത്?
MR2 അഥവാ മീസിൽസ് റുബെല്ല 2, OPV ബൂസ്റ്റർ, OPV ഓറൽ പോളിയോ വാക്സിൻ ബൂസ്റ്റർ, DPT ഡിപ്തീരിയ പെർട്യൂസിയസിസ് ടെറ്റനസ് വാക്സിൻ, വൈറ്റമിൻ A2 അതിന്റെ രണ്ടാമത്തെ ഡോസ്. 5 മുതൽ 6 വയസ്സാകുമ്പോൾ DPT അഥവാ ഡിപ്തീരിയ പെർട്യൂസിയസിസ് ടെറ്റനസ് വാക്സിൻ ബൂസ്റ്റർ 2. 10 വയസ്സാകുമ്പോൾ TD1 അഥവാ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 1. 16ാമത്തെ വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയ 2. ഇത്തരത്തിലാണ് വാക്സിനേഷന്റെ ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിരുത്തി നല്ല രീതിയിൽ പഠിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ എന്ത് ചെയ്യുക, ഫുൾ ഫോമുകൾ പഠിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കാം ഓരോന്ന് അത് പറയുന്നത്. OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. അടുത്തത് RVV അഥവാ റോട്ട വൈറസ് വാക്സിൻ. ഓക്കെ, ഇത് ഓരോ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക തന്നെ. അതിന് ഇതുള്ളൂ. ഒരു ടാബിളായിട്ട് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് ഗ്രാസ് ചെയ്യാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഒരു ടെസ്റ്റ് എന്തെങ്കിലും ഞാൻ വെക്കാം. അത് മാത്രമായിട്ട് MCQ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് MCQ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ച് പഠിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പഠിക്കാൻ കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് കുറച്ച് നമുക്ക് ടൈം എടുത്ത് പഠിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ടൈം എടുത്ത് തന്നെ പഠിക്കും. കാരണം ബാക്കി എല്ലാം ഈ ചാപ്റ്ററിൽ സിമ്പിൾ ആണ്. ഇത് മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. അത് എന്ത് ചെയ്യുക, പ്രത്യേകം പഠിക്കും. ഓക്കെ, ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്താവും, തറാവും. നല്ല ഒരു മാർക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗവും സംബന്ധിച്ച് ആളുകൾ ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ആളുകൾ അല്ലെ, ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ രോഗങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക? നമുക്ക് നാടകങ്ങൾ നടത്താം, കാർട്ടൂണുകൾ, പോസ്റ്ററുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ വളരെയധികം ഇതായിക്കൊണ്ടിരിക്കുന്ന കാലമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആളുകളിലേക്ക് ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാം, പ്രതിരോധം ഉണ്ടാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, റീലുകൾ ഉണ്ടാക്കാം, വീഡിയോസ് ഉണ്ടാക്കാം, സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ആളുകളിലേക്ക് ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാം, ആളുകളെ ശരിയായിട്ട് എന്ത് ചെയ്യാം, അറിവ് നൽകാൻ സാധിക്കും. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത്. ഇതോടുകൂടി എന്താണ്, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്ററിൽ എന്താ പറഞ്ഞതെന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചാപ്റ്റർ റിവൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, ഒരു പിക്ചർ വെച്ചിട്ടാണ്. വ്യാധികൾ പടരാതിരിക്കാൻ, അതായത് ഒരു പകർച്ചപ്പനിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ പനി തന്നെ എല്ലാവരും പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ ടൈഫോയിഡ്, അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ എന്താണ്, പകരുന്ന രോഗങ്ങളാണെന്ന് പറഞ്ഞു. തലവേദന, അതുപോലുള്ള മറ്റു വേദനകൾ, ക്യാൻസർ, പ്രമേഹം ഒന്നല്ല പകരാത്ത രോഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു ടാബിൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞു, പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകൾ അത് ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ മഹാമാരി എന്ന് നമ്മൾ പറഞ്ഞു. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ് രോഗകാരികൾ എന്ന് പറഞ്ഞു, രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള ആൾക്കാരാണ് രോഗകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഈ രോഗകാരികൾ നമുക്ക് എന്ത് ചെയ്യാം, രോഗം പരത്താനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആഹാരത്തിലെ ദഹനത്തിനും ആഗിരണത്തിനും ദോഷം ആകുലിപ്പിക്കാൻ പിന്നെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കാനും പാലിനെ തൈരാക്കാനും ഒക്കെ എന്താണ് ഈ സൂക്ഷ്മജീവികൾ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ധാരാളം ഉപയോഗങ്ങൾ നമുക്ക് എന്തുണ്ട് സൂക്ഷ്മജീവികൾ കൊണ്ട്. പിന്നെ ഫംഗസുകളുടെ ലോകം പറഞ്ഞു. ഫംഗസുകൾ സാധാരണഗതിയിൽ കരിമ്പലില്, റൊട്ടിയിലെ പൂപ്പലൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഫംഗസുകൾ. ഫംഗസുകൾ നമുക്ക് എന്ത് ചെയ്യാം, രോഗം വരുത്തും. ഫംഗസുകൾ പ്രധാനമായിട്ടും വട്ടച്ചൊറി പോലുള്ള ചൊറികളാണ് നമുക്ക് ഉണ്ടാക്കുക. ചില സമയത്ത് നമുക്ക് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കും. ഈ ചൊറിച്ചിലിന്റെ പൂപ്പൽ മാതിരി നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഉണ്ടാകും. അതിന് കാരണം എന്താണ്, ഫംഗസുകളാണ്. അതിന് രോഗകാരികളായിട്ടുള്ള ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. പിന്നെ അത്തരത്തിലാണ് രോഗങ്ങൾ പകരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. രോഗങ്ങൾ പകരുന്നത് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് രോഗങ്ങൾ പകരുന്നത്. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ എപ്പോഴും എന്താണ് കൈകൾ കുത്തിയിട്ട് തൂവാല കൊണ്ട് മറക്കണം എന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളവരിലേക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കും. നമ്മൾ രോഗിയാണെങ്കിലും അല്ലെങ്കിലും പിന്നീട് തുറന്നിട്ട് ആഹാരങ്ങളൊന്നും എന്ത് ചെയ്യാൻ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. അതിലൂടെയൊക്കെ എന്താണ് നമുക്ക് രോഗം പകരും. അതൊക്കെ രോഗം പകരുന്ന സാഹചര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും അതിന്റെ രോഗങ്ങളും പറഞ്ഞു. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നമുക്ക് മണ്ണിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ എന്താണ് രോഗം പകരാം എന്ന് പറഞ്ഞു. വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം, COVID-19, ജലവും ഭക്ഷണത്തിലൂടെയാണെങ്കിൽ ടൈഫോയിഡ്, വയറിളക്കം ഒക്കെ പകരും. മണ്ണിലൂടെ വിരശല്യം, ടെറ്റനസ് ഉണ്ട്. രോഗാണുവാഹകരായിട്ടുള്ള കൊതുക്, ഈച്ച എന്നിവയിലൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊതുകിലൂടെ നമുക്ക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഒക്കെ ഉണ്ടാകും. ഈച്ച വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, വയറിളക്കം ഉണ്ടാവും. മനുഷ്യർ വഴി കുഷ്ഠം, ചെങ്കണ്ണൊക്കെ പകരും. പക്ഷികൾ വഴി എന്താണ് പക്ഷിപ്പനി ഉണ്ടാകും. ഓക്കെ. പിന്നെ രോഗാണുവാഹകർ, ഈ രോഗകാരികളായിട്ടുള്ള ജീവികൾ നമ്മളിലേക്ക് എങ്ങനെയാണ് രോഗാണുക്കൾ എത്തുന്നത്, അത് രോഗാണുവാഹകരായിട്ടുള്ള കൊതുക്, ഈച്ച, ചെള്ള്, വവ്വാലും ഒക്കെ വഴിയാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ എന്താണ് രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നവയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു പരിസര മലിനീകരണം വെറും വ്യക്തിശുചിത്വം മാത്രം പോരാ, പരിസര മലിനീകരണം കൂടി ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യാം നമുക്ക് രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയെല്ലാമാണ് കൊതുകിനെ നിയന്ത്രിക്കേണ്ട മാർഗങ്ങൾ പറഞ്ഞു. വീടുകളിൽ പ്രധാനമായിട്ടും കൊതുക് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളായിട്ടുള്ള ചന്ദനത്തിരി, അതുപോലെ തന്നെ മാക്സിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ബാറ്റ്, പിന്നെ കൊതുക് വലകൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും, അതുപോലെ ഗപ്പി വളർത്തുന്നത് എന്താണ് കൊതുക് നിയന്ത്രണത്തിന് നല്ലൊരു മാർഗമാണ്. പിന്നെ വാതിലും ജനങ്ങളിലൊക്കെ സന്ധ്യാസമയമാകുമ്പോൾ അടച്ചിടുക, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എത്തരത്തിലാണ് രോഗങ്ങൾ നമ്മൾ പറഞ്ഞു, ആഹാരത്തിലൂടെയുള്ള രോഗങ്ങളൊക്കെ പകരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. കാരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആഹാരങ്ങളിലൂടെ നമുക്ക് ധാരാളം രോഗങ്ങൾ പകരും. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പഴങ്ങളും പച്ചക്കറികളും നല്ലോണം കഴുകി ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വായുവിന്റെയും സമ്പർക്കത്തിലെയും പകരുന്ന രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ രോഗം ഉള്ള ഒരാളുമായിട്ട് എന്ത് ചെയ്യാം, സമ്പർക്കം ഒഴിവാക്കുക. മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. മുറിവുകൾ ഉണ്ടായ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ എന്ത് ചെയ്യുക, കൈകാലുകൾ സോപ്പിട്ട് കഴുകാനും ശ്രമിക്കുക. പിന്നെ മൃഗങ്ങളിലും സസ്യങ്ങളിലും എന്താണ് പകർച്ചവ്യാധികൾ ഉണ്ടാവും. നമുക്കറിയാം പക്ഷിപ്പനികളും പന്നിപ്പനിയും ഒക്കെ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന തവിട്ട്, ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പിച്ചിയൽ, ഇതിനും കാരണം ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ഒക്കെയാണ്. പിന്നെ ശീലങ്ങൾ, നമ്മൾ ശീലിക്കേണ്ട നല്ലതായ ശീലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എപ്പോഴും നമ്മളുടെ പരിസരവും വീടും നമ്മുടെ വ്യക്തിശുചിത്വം എന്താണ് നമ്മൾ നിലനിർത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുകയുള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രണ്ട് വിധത്തിലുള്ള പ്രതിരോധ ശേഷിയുണ്ട്. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാകുന്നതാണ്. എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിയെ നമ്മൾ എന്ത് വിളിക്കും, ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് വിളിക്കും. ധാരാളം മഹാമാരികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള പ്രതിരോധ ശേഷി എന്താണ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറഞ്ഞു. അവ എടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതൊക്കെ വാക്സിനുകളാണുള്ളത്, അത് ഏതെല്ലാം പ്രായത്തിലാണ് എടുക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഇവിടെ പറഞ്ഞു. BCG അഥവാ ബാസിലസ് കാൽമെറ്റ് ഗ്ലോറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B, FIPV അഥവാ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RBV റോട്ടോ വൈറസ് വാക്സിൻ, ആൻഡ് ദെൻ PCV pneumococcal conjugate vaccine,
MR, മീസിൽസ് റുബെല്ല വാക്സിൻ, DPT, ഡിഫ്തീരിയ പെർട്യൂസിസ് ടെറ്റനസ് വാക്സിൻ, TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇതൊക്കെ ഏത് സമയത്താണ് എടുക്കേണ്ടത് എന്നുള്ള കുറിച്ചുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വൃത്തിക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത് നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലൂടെ പോകാം. വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ എഴുതുക. അതെ, നമ്മൾ എന്ത് ചെയ്യുക? എന്നും കുളിക്കുക, നമ്മുടെ ശരീരം എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുക? നഖങ്ങളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? അത് വെട്ടണം. നഖങ്ങളൊന്നും വളർത്താൻ പാടില്ല. പിന്നെന്താണ്? പുറത്ത് ചളികളിലേക്കോ മണ്ണിലേക്കോ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം? പാദരക്ഷകൾ ഉപയോഗിക്കുക. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? അതൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ ഇവിടെ എഴുതുക. അടുത്തതാണ് പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രാധാന്യമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, വ്യക്തി ശുചിത്വം കൊണ്ട് മാത്രം പകർച്ചവ്യാധികളെ തടയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹം മലിനമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് എന്താണ് രോഗം വരാൻ ചാൻസ് ഉണ്ട്. സോ സമൂഹവും അതേപോലെ സാമൂഹിക ശുചിത്വവും വ്യക്തി ശുചിത്വവും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് രണ്ടും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യവർഗത്തിന്റെയും കടമയാണ്. പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? ഇതിലുള്ള മുൻകരുതലുകൾ ഉണ്ട്, അതിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ടിക്ക് ചെയ്യാം. ഓക്കെ, മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. അതൊരു നല്ല കാര്യമാണ്. കാരണം വെള്ളം കെട്ടി നിർത്തിയാലും ഗാംബൂസിയ, ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ കൊതുകിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല എന്നല്ല, അടച്ചു സൂക്ഷിക്കണം. ഇത് തെറ്റായ ഒരു കാര്യമാണ്. ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക ശരിയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതെ. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക. മാലിന്യത്തിന്റെ ഉറവിടം എവിടെയാണോ അവിടെ തന്നെ എന്ത് ചെയ്യുക? അതിന്റെ സംസ്കരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെ നമ്മുടെ പരിസരത്തെ എന്ത് ചെയ്യാം? വൃത്തിയായി സൂക്ഷിക്കാം. തുടർ പ്രവർത്തനങ്ങളുണ്ട്, അതിലെന്താ പറയുന്നത്? ഓക്കെ, പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇവയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതലുകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധ്യപ്പെടുന്നതിനായി നാടകം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് സ്കൂൾ പരിസരത്തിന്റെ മാലിന്യ മാപ്പ് തയ്യാറാക്കുക. മാപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരം മാലിന്യമുക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. നമ്മുടെ സ്കൂൾ ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സമൂഹമായിക്കോട്ടെ, എവിടെയായാലും നമ്മൾ എന്ത് ചെയ്യുക? അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് സൂക്ഷിക്കണം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാൻ ഒരു ആഴ്ചയിലെങ്കിലും എന്ത് ചെയ്യുക? ഡ്രൈ ഡേ ആചരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ പരിസരം എന്ത് ചെയ്യുക? വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തുറന്നിട്ട ആഹാരങ്ങളൊന്നും ഭക്ഷിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ലോണം നമ്മുടെ കൈകൾ എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക പ്രോപ്പർ ആയിട്ട്. ഓക്കെ, ഇത്തരത്തില് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? മലിനീകരണം ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധിക്കും. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറ്റയുള്ള ഒരു ജീവിയും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ. ഈ 2 ചാപ്റ്ററുകളിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക, എന്നോട് ചോദിക്കുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരും. ഞാൻ നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. PPT ആയിട്ട് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ നൽകിയിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് എന്തായാലും നല്ലോണം വൃത്തിക്ക് പഠിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? PPT നോട്ട്സുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും നോട്ട്സുകൾ റെഫർ ചെയ്യുക, അല്ലെ? നമ്മൾ ആദ്യം എന്താണ് എല്ലാ കണ്ടന്റും വൃത്തിക്ക് പഠിക്കുക. അതിനുശേഷം നമ്മൾ നോട്ട്സ് എന്ത് ചെയ്യുക? ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സോ ഇതോടുകൂടി 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.